and welcome to my YouTube channel. Ignore my ഉറക്കം എഴുത്തുക്കോളം ബിസിനസ് ഉണ്ട്, അതോടെ കുറച്ച് നേരം നമ്മൾ ഉറങ്ങുമായിരുന്നു. ആൻഡ് ബാക്ക്ഗ്രൗണ്ടും അത്ര പോയാൽ അതിനു ആൻഡ് ഓൾസോ എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ അമ്പലത്തിലെ ഉത്സവമാണ്, അപ്പോൾ അതിൻ്റെ സൗണ്ടും ഉണ്ട്, അതും ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഇന്നൊരു ക്യൂട്ട് വീഡിയോ ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കര ബാഡ് മൂഡായിരുന്നു. പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പ്രത്യേകിച്ച് എന്നെ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് വിഷമമാകുന്ന വലിയ സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ വാസ് ഫീലിംഗ് സോ ബാഡ്. എനിക്ക് എണ്ണത്തിന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ലോ തിങ്ക് ചെയ്ത് ഭയങ്കര എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര ലോ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു ഭയങ്കര ലോ മൂഡാണ്, ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യാതെ ഒരു എനർജി ഇല്ലാതിരിക്കുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുമായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോയിൽ ഏതെങ്കിലും തരത്തിൽ കംഫർട്ട് തരും എന്നാണ് എൻ്റെ വിശ്വാസം. ലെറ്റ്സ് സീ. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനിന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ബാഡ് അടിച്ചിരിക്കുവാണെങ്കിൽ ഗീവ് യുവർ സെൽഫ് സം ടൈം. ഇപ്പം സങ്കടമാണെങ്കിൽ സങ്കടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ഉറങ്ങാൻ തോന്നിക്ക് ഉറങ്ങിക്കോ. ഇപ്പം ഗീവ് യുവർ സെൽഫ് സം ടൈം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പക്ഷെ അത് ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ലൂപ്പിലേക്ക് പെട്ടുപോകും. അപ്പോൾ അതും ഡേഞ്ചറാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് സ്കിൻ കെയർ ആൻഡ് കുറച്ച് ഇങ്ങനെ കുറച്ച് എനിക്ക് സമയമൊക്കെ എടുത്ത് ഒരു സെൽഫ് കെയർ, ഒരു സെൽഫ് പാമ്പറിങ് പോലത്തെ സംഭവം ചെയ്യാറുണ്ട്. ഭയങ്കര ഫാൻസി ആയിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ മൂഡ് ഓക്കെ ആവുമായിരിക്കും. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് എന്നെ പുഷ് ചെയ്തിട്ട് ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും. എനിക്കെന്നൊരു ചലഞ്ച് വെച്ചു, ഇന്ന് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യും, ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യും, ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമെന്ന്. എൻ്റെ മുടിയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട് ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ട് കുറച്ച് നേരം ഇങ്ങനെ ചില്ലായിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കാം ഞാൻ ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമായിരിക്കും, അറിഞ്ഞൂടാ. ലെറ്റ്സ് സീ. നിങ്ങൾക്കിപ്പോൾ തോന്നും എൻ്റെ സ്കിൻ ഭയങ്കര അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന്. നോ, ഞാനിവിടെ റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. റിംഗ് ലൈറ്റിൽ എൻ്റെ ഫോൺ വെച്ചിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ സ്കിൻ ഭയങ്കര ഗ്ലോ ആയിട്ട് തോന്നുന്നത്. ഇത് കണ്ടോ എൻ്റെ കണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്നുണ്ട്. അതിന് ചിലപ്പോൾ ആർക്കെങ്കിലും കാണുമ്പോൾ തോന്നില്ല ഭയങ്കര അടിപൊളി സ്കിന്നാണെന്ന്. പക്ഷെ അല്ല, ദിസ് ഇസ് ദ റിയാലിറ്റി. ഇതിപ്പോൾ എന്തിനാ കാണിച്ചെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എണ്ണ കുറച്ച് ചൂടാക്കി, ചുമ്മാ ഒരു രസം. ഇത് എണ്ണ ചൂടാക്കിയിട്ട് തലയിൽ വെച്ച് മസാജ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ആക്ച്വലി എൻ്റെ ഫാൻ ഓണാക്കി, അതുകൊണ്ടാണ് സൗണ്ട് ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് എണ്ണ തേച്ചു. സോ എണ്ണ തേച്ചു. ഇനി ഞാൻ വിചാരിച്ചു ഒരു ഹെയർ മാസ്ക് കൂടെ ഇട്ടാലോ എന്ന്. സത്യം പറഞ്ഞാൽ എണ്ണ തേച്ചിട്ട് ഹെയർ മാസ്ക് ഇടും എനിക്കറിഞ്ഞൂടാ. എൻ്റെ കയ്യിൽ ബയോട്ടിക്കിൻ്റെ ഒരു ബനാന ഹെയർ മാസ്ക് ആണ്. ഇത് ആക്ച്വലി ഡ്രൈ ഹെയറിലാണ് ഇടേണ്ടത്, പക്ഷേ നമ്മൾ ഓയിൽ ഹെയറിലിടും എൻ്റെ ഒരു സമാധാനത്തിന്. ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറൊന്നും അല്ല. ഇനിയിപ്പോൾ എന്തായാലും ഹെയർ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു 25-30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു ഫേസ് മാസ്ക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നു. ഇനി എനിക്ക് നെയിൽ പോളിഷ് ചെയ്യണം. ഞാൻ കുറേ നാളായി നെയിൽ പോളിഷ് ഇട്ടിട്ട് ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് നെയിൽ പോളിഷ് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു ഷീറ്റ് മാസ്ക് ഉണ്ട്, കുറച്ചധികം നാൾക്ക് മുമ്പ് മേടിച്ചതാണ്. ഒരു എക്സ്പയറി ഡേറ്റ് തീർന്നിട്ടില്ല, 2026 വരെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കുളിച്ചിട്ട് വന്നു, മാസ്ക് ഇട്ടല്ലോ, ഒരു ഷീറ്റ് മാസ്ക് കൂടെ ഇട്ടെടുത്തിട്ട് ഒരു മോയ്സ്ചറൈസർ കൂടെ ഇട്ടെടുത്താൽ സ്കിൻ സെറ്റ്.
മുടി ഇങ്ങനെ ഒട്ടിക്കിടക്കുമ്പോഴത്തേനും എനിക്കിങ്ങനെ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു മെയിൻ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പെൻസീവ് സാധനങ്ങൾ ഇടണം, സെൽഫ് കെയർ ചെയ്യണം എന്നുള്ളതല്ല. പക്ഷെ ഇപ്പം നമ്മൾ ഭയങ്കര ലോ മൂഡിലാണെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ മൂഡ് ഭയങ്കര കുറച്ചും കൂടെ ഓക്കെ ആവും. കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ ലൈറ്റ് ഹാർട്ടഡ് ആവും, കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ ഭയങ്കര മൂഡ് ഓഫ് ആണ്, ലോ ആണെങ്കിൽ ഇതുപോലെ ചെയ്യാനുള്ള എനർജി നമുക്ക് ഉണ്ടാവണം എന്നില്ല. പക്ഷെ ആ ഒരു എഫേർട്ട് എടുത്ത് നമ്മളൊന്ന് ചെയ്യുമ്പം ഒരു ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് നമ്മൾ 1 മണിക്കൂറൊക്കെ എടുത്ത് ഒന്ന് സമാധാനമായിട്ട് കുളിച്ച് വന്ന് ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ട് തന്നെ മൂഡ് ഓക്കെ ആവും. ഇതിപ്പോൾ പലർക്കും പലതായിരിക്കും. ഇപ്പോൾ ചിലർക്ക് അവരുടെ ഫേവറേറ്റ് സിനിമ കാണുന്നതായിരിക്കും, ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുന്നതായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കും, അങ്ങനെ ചിലർക്ക് ഷോപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് കുറച്ച് നമ്മൾക്കൊരു ഭയങ്കര ലോ പോയിന്റിലാണ് നമുക്ക് മൂഡ് നോക്കിയല്ല എന്നുണ്ടെങ്കിൽ ടേക്ക് യുവർ ടൈം. അതിൽ റോങ് ആയിട്ട് ഒന്നുമില്ല. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അത് നിങ്ങളെ ബോധർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ടേക്ക് ഹെൽപ്പ്. നിങ്ങൾക്കൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഒരു ഹെൽപ്പ് എടുക്കണം തോന്നി എടുക്കുക, അതിലൊന്നും ഒരു മോശമില്ല. അപ്പം നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. നമുക്ക് മൂടൊക്കെ ഇല്ലാത്തപ്പോൾ ഓക്കെ കുറച്ച് നേരം സാഡായിട്ടിരിക്കുക, വീണ്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ചിലപ്പോൾ കുറച്ച് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹാപ്പി ആവും, വീണ്ടും ചിലപ്പോൾ നമ്മൾ വീണ്ടും ഇതാവും. അപ്പോൾ അത് എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കര ലോ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഞാൻ വെച്ചാൽ പിന്നെ കുറച്ച് സമയം എനിക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന്. ഐ ഹോപ്പ് ഇത് ആർക്കെങ്കിലൊക്കെ ഹെൽപ്ഫുൾ ആവുന്നു. അപ്പോൾ പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒരിക്കലും ബ്യൂട്ടി വ്ളോഗ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഞാൻ ഒന്നും ചെയ്യാറില്ല, അങ്ങനത്തെ ഒന്നല്ല എൻ്റെ കോണ്ടന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, സീ യു. പറഞ്ഞ് ബോറാക്കുന്നില്ല.